എല്ലാവർക്കും നമസ്കാരം. ഞാൻ തബ്ഷിറ സലാം. അനീതിക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ 2 വർഷത്തോളമായിട്ട് ഡൽഹി തിഹാർ ജയിലിൽ കഴിയുന്ന OMS സലാമിൻ്റെ മകൾ. ഇതുപോലെ അല്ലെങ്കിൽ വ്യത്യസ്ത കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടവരും അല്ലെങ്കിൽ സമര പോരാളികളും എല്ലാവരും കോർത്തിണക്കി ഈ ഒരു സംഗമത്തിൽ എന്നെയും കൂടെ ക്ഷണിച്ച് വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റിന് ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ ഇത്രയും പേരിന് മുമ്പിൽ ആദ്യമായിട്ടാണ് സംസാരിക്കാനുള്ളൊരു അവസരം വിനിയോഗിക്കുന്നത് തന്നെ. ഞാൻ എൻ്റെ അതിലേക്ക് വരാം. 2022 സെപ്റ്റംബർ 22 അർദ്ധരാത്രിയിൽ സെർച്ച് വാറണ്ട് കാണിച്ചിട്ട് കുറേ പേര് വീട്ടിലകത്ത് വന്ന് ഉപ്പൻ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. 2 ദിവസത്തിന് മുകളിൽ അത് കഴിഞ്ഞാൽ ഉപ്പൻ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് അതിലൊരാൾ എന്നോട് പറഞ്ഞെനിക്കല്ലോ ഓർമ്മയുണ്ട്. ഒരിക്കലും ആ വാക്കുകൾ എനിക്ക് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകിയ ആ വാക്ക് ചെയ്തിട്ടില്ല. എങ്കിലും അറിയായിരുന്നു. പിന്നീട് ഒരു വിവരവും ഇല്ലാതിരുന്നൊരു 3 ആഴ്ചത്തോളം കാലം. പിന്നീട് അതിന് ശേഷമാണ് ഒരു കോളെങ്കിൽ ആ ഒരു കോള് വരുന്നത്, ഒരു ആശ്വാസ കോളം തന്നെ പറയാം. അത് വരുന്നത് ഒരു യാതൊരു തെളിവിൻ്റെ എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ധാരാളം ഉദാഹരണങ്ങൾ മുമ്പിലിരിക്കെ ഈ ഒരു കേസ് എത്രത്തോളം വേണമെങ്കിലും നീണ്ടു നിൽക്കാമെന്ന തോന്നൽ അന്നേ ഉണ്ടായിരുന്നു. നിരപരാധികൾക്ക് മേൽ കരിനിയമങ്ങൾ ചാർത്തപ്പെട്ടാൽ അതിൽ നിന്ന് മോചിതനാവാൻ അല്പം പ്രയാസമാണെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാവർക്കും അറിയാം. അത്ഭുതം തന്നെ പറയാം. നാട്ടിലൊരു പെറ്റി കേസ് പോലും ഇല്ലാതിരുന്ന ഉപ്പനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് തീവ്രവാദിയാണെന്ന് മുദ്രപ്പെടുത്തുന്നു. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഞങ്ങളെ ആശ്വസിപ്പിച്ച് കൂടെ നിർത്തിയവരുണ്ട്. എന്നാൽ ആരൊക്കെയോ ഭയപ്പെട്ട് ഞങ്ങൾ അകറ്റി നിർത്തിയവരുണ്ട്. ശരിക്കും വാപ്പാൻ്റെ ഒരു പോക്ക് ധാരാളം തിരിച്ചറിവുകൾക്കും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കൂടെ തന്നെ പറയാം, ജയിൽ മോചിതനായതിനു ശേഷം മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് അപ്പൻ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെട്ടതിൽ താങ്കൾ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ സന്തോഷത്തോടെ കാണുന്നതായിരുന്നു. ശരിക്കും ആ ഒരു മറുപടി എന്നെ നന്നായിട്ട് എന്നെ പ്രചോദനപ്പെടുത്തിയിട്ടുണ്ട്. മറുപടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഉപ്പൻ്റെ സഹപ്രവർത്തകരുടെയും കുറ്റപത്രം വായിച്ചു നോക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സംഘടന എന്ന നിലയിലോ ചൂണ്ടിക്കാട്ടുന്ന ഒരു കുറ്റകൃത്യങ്ങളും അതിൽ കാണാൻ കഴിയില്ല. പകരം ISIS തുടങ്ങി ധാരാളം അസർപ്പക കഥകൾ പോലും വെല്ലുന്ന ധാരാളം പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതിന് ആ കഥയ്ക്ക് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളം വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡിജിറ്റൽ ഡോക്യുമെൻസും ധാരാളം മാപ്പുസാക്ഷികളുടെ ഒരു സംഘഗാനം പോലെ തന്നെ ഒരു ഏകരൂപ മൊഴികളും കാണാം. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക് കൺട്രി ആക്കാൻ ശ്രമിച്ചു എന്നാണ് ഉപ്പക്കെതിരെയുള്ള ഒരു കേസ്. എന്നാൽ സങ്കടം തന്നെ പറയാം, 2025 ഇന്ത്യയെ തീർത്തും ഒരു ഹിന്ദുരാഷ്ട്രമാക്കാം എന്ന് പറഞ്ഞ പലരും പല മേഖലകളിലും ഇപ്പോഴും പ്രൊമോഷൻ കിട്ടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എല്ലാ പൗരനും ഒരേ നിലക്ക് തുല്യ നീതി ലഭിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് പഠിക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഇതിൽ സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഈയിടെ ഞാൻ വായിച്ചൊരു കേസിൽ അതിൽ 15 പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നാൽ സമാനമായി മറ്റൊരു കേസിൽ ഈവൻ പ്രോസിക്യൂഷനെ പോലും നിയമിക്കാത്ത കേസുകളും വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത് ജ്ഞാനാർത്ഥത്തിൽ ഏകത്വം എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിന് പോലും എത്രത്തോളം വില ഏൽപ്പിക്കാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് ഡൗട്ടാണ്. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഒരു 5th or 6th പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വാട്ട് ഈസ് ഡെമോക്രസി എന്ന് ക്ലാസ് എടുക്കുകയാണ്. അതിൽ ഡെമോക്രസിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മളുടെ ഇന്ത്യ ഡെമോക്രാറ്റിക് ആണോ അല്ലേ എന്ന്. എല്ലാവരുടെയും ഉത്തരം യെസ് ആയിരുന്നെങ്കിലും എൻ്റെ ഉത്തരം മാത്രം നോ എന്നായിരുന്നു. അത് ആ സമയത്ത് NRC CAA പ്രക്ഷോഭം രൂക്ഷമായിട്ടുള്ളൊരു കാലത്തായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇലക്ഷൻ വ്യവസ്ഥ അങ്ങോട്ടൊന്നും ആലോചിച്ചില്ലെങ്കിലും ഒരു പൗരന് അത് റിലീജിയസ് ആയിക്കോട്ടെ സ്പീച്ച് ആയിക്കോട്ടെ എല്ലാത്തിലും അത്രയും ഫ്രീഡം നൽകുന്ന അത്രയും ഈക്വലി റൈറ്റ്സ് ഉണ്ടാവുന്ന ഒരു വ്യവസ്ഥ എന്ന നിലയ്ക്ക് എനിക്ക് അതിനെന്തിനോ യെസ് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പാഠപുസ്തകത്തിൽ എന്ത് പഠിക്കുന്നോ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അതെല്ലാം മാറി അസത്യത്തിന് മേൽ സത്യവും അല്ലെങ്കിൽ അനീതിയുടെ മേൽ നീതിയും പുലരുന്നൊരു കാലം വരിക തന്നെ ചെയ്യുമെന്നും കൂടെ ആശംസിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും വിപ്ലവാദികൾ നേരുന്നു. നന്ദി.